കേരളത്തിൽ ഞങ്ങൾ എടുക്കുന്ന പൊതു സമീപനം തന്നെയാണ് എ.കെ. ബാലൻ പറഞ്ഞത്. മാറി വരികയാണ്, ട്രാൻസിഷൻ പീരീഡ് ആണെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്, ഞങ്ങളുടെ പോകുന്ന നിലപാടാണ്. പക്ഷേ സന്ദീപിൻ്റെ കാര്യം എത്തുമ്പോൾ അതിനൊരു സവിശേഷതയുണ്ട്. എന്നാൽ സന്ദീപ് സമൂഹത്തിൽ അവശേഷിപ്പിച്ച ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ആ കണ്ടൻറ്റുകൾ ഇപ്പോഴും എപ്പോഴും എല്ലാ കാലവും അവൈലബിൾ ആയിരിക്കും. സന്ദീപ് ഇപ്പോൾ നമ്മുടെ പാർട്ടിയിൽ വന്നിരിക്കട്ടെ, പക്ഷേ ആ കണ്ടൻറ്റുകൾ അവിടെ ഉണ്ട്. എന്താണ് ആ കണ്ടൻറ്റുകൾ? അത് വിഷമിപ്പിക്കുന്ന കണ്ടൻറ്റുകളാണ്. ഇല്ല, അങ്ങനെയല്ല. അത് അങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണമെന്ന് വെച്ചാൽ സന്ദീപ് ഞങ്ങളെയല്ലേ വരിക്കുകയുള്ളൂ? വെറുതെ ഒന്ന് ആലോചിച്ചു. അല്ല, വേണമെന്ന് വെക്കാതിരുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ്. മറ്റു പല കാര്യങ്ങൾ ഇപ്പോഴും കെ സുരേന്ദ്രൻ പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അന്ന് നടപടി നേരിട്ടു എന്നതിലടക്കം നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം എടുത്ത തീരുമാനമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും. ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകരാണല്ലോ, നിങ്ങൾ തന്നെ അന്വേഷിച്ചു കിട്ടിയ കാര്യമാണ്. ഞാനതിനെ നിഷേധിക്കുകയോ ഞാനതിനെ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നില്ല, ഞാനതിനെ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യം, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ BJP വിട്ടിറങ്ങുന്ന ഒരാളുടെ ആദ്യത്തെ റിസോർട്ടല്ല കോൺഗ്രസ് എന്ന് കണ്ടുകൊള്ളുക. അത് ശ്രീ കെ മുരളീധരൻ തന്നെ പറഞ്ഞു, ഇതിനകത്തുള്ളവർക്ക് തന്നെ ഇവിടെ നിന്ന് പിഴയ്ക്കാൻ പറ്റുന്നില്ല, പിന്നെ അല്ലേ പുറത്തുള്ളവരുടെ കാര്യം. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് സന്ദീപിനെ എടുത്തത് ഇപ്പോൾ കോൺഗ്രസിന് വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുമോ? അത് സ്ട്രാറ്റജിക്കലി എററായ ഒരു തീരുമാനമാണോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ? അല്ല, തീർച്ചയായും സ്ട്രാറ്റജിക്കലി പറഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രമല്ല ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ. ശ്രീ സന്ദീപിനെ പോലെ അത് തീർച്ചയായും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ, മുസ്ലിം വിഭാഗം മാത്രമല്ല സമൂഹത്തിന് കൊടുക്കുന്ന പൊതു സന്ദേശം എന്താണ്? എസ്പെഷ്യലി മുസ്ലിം ജനവിഭാഗങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? കാരണം ആ ഹേറ്റ് സ്പീച്ചുകൾ, ഹേറ്റ് കണ്ടന്റുകളിലൂടെ നിൽക്കല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതിന് തിരുത്തി വരണമെങ്കിൽ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരാളിപ്പോൾ അതിൽ നിന്ന് മാറി വരികയാണ്. അപ്പോൾ RSS നിലപാടുകളിൽ നിന്ന്, ഈ വർഗീയ നിലപാടുകളിൽ നിന്ന് ഒരാൾ തിരുത്താൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക, അങ്ങനെയുള്ളവരുടെ എണ്ണം കൂട്ടുക എന്നൊരു ദൗത്യമുണ്ട്. തീർച്ചയായുമാണ്. അതിന് സന്ദീപ് ചെയ്യേണ്ടിയിരുന്നത്, കോൺഗ്രസ് സന്ദീപിനോട് പറയേണ്ടിയിരുന്നത്, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സ്വിച്ച് ഓവർ ടു ഡയറക്റ്റ് പുറത്തേക്ക് ചാടുകയല്ല, BJP യിൽ ചാടുകയല്ല വേണ്ടത്. സന്ദീപ് അവിടെ നിന്നിട്ട് സന്ദീപിന് അങ്ങനെ ഒരു മാനസാന്തരമുണ്ടോ, ആത്മാർത്ഥമായൊരു രാഷ്ട്രീയ മാറ്റമുണ്ടോ? തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യണം, നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അതിന് സമയമെടുത്ത് ആത്മാർത്ഥതയുടെ ഭാഷയിൽ ക്രമേണ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെ ഗ്രാജ്വലായിട്ട് അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്യണത് ഇല്ലേ? ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ പ്രേക്ഷകരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ കമന്റിലും ഒക്കെ ഒരുപാട് പേര് പറയും നമ്മുടെ മൈക്ക് ഇടയ്ക്കൊന്ന് ബാറ്ററി ഓഫ് ആയിരുന്നു, തുടർച്ചയായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അല്ലാതെ റഹീമിക്ക സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് സൗണ്ട് കട്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചോദ്യത്തിന്റെ സമയത്താണ് കേട്ടോ. ആ ഉത്തരത്തിലേക്ക് വരുമ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട, അത് ബാറ്ററി മാറ്റി നമുക്ക് പുതിയ മൈക്ക് പിടിച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ സരിനെ ഞങ്ങളെടുത്തു. ഞങ്ങൾ കൊടുത്ത ഒരു സന്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ക്ലിയറാണ്. കോൺഗ്രസിനകത്ത് ഞങ്ങളുടെ ഒരു നിലപാട്, വിവരവും വിദ്യാഭ്യാസവും ചിന്തിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടൻഷ്യലായ ആളുകൾക്ക് സർവൈവ് ചെയ്യാൻ പ്രയാസമാണ്. ഇതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം. അപ്പോൾ സരിനെ പോലെ ഇനിയും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും കോൺഗ്രസ്സിലുണ്ടോ? നിങ്ങൾ വരൂ, ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന സന്ദേശം. KP അനിൽകുമാറിനെ എടുത്തപ്പോഴും PS പ്രശാന്തിനെ എടുത്തപ്പോഴും ഞങ്ങൾ കൊടുത്ത സന്ദേശം ഇത് തന്നെയാണ്. അതിന് തുടർച്ചയാണ് ഡോക്ടർ P. സരിൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനിയും അതിനകത്ത് ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമാണ്, പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അപ്പോൾ അവർ ഇനി വരുന്നാൽ ഞങ്ങൾ റെഡിയാണ് ഞങ്ങളെ സ്വീകരിക്കാൻ എന്ന സന്ദേശമാണ്. സ്മൃതി ചോദിച്ചത് വളരെ ക്ലിയറാണ്. ഒരു മാനസാന്തരം എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? മാനസാന്തരത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട രാഷ്ട്രീയ കടമയില്ലേ? തീർച്ചയായിട്ടുണ്ട്. അതിന് കോൺഗ്രസ് അവധാനതയോടെ പെരുമാറണമായിരുന്നു. ഇനി കോൺഗ്രസിലേക്ക് തന്നെ അദ്ദേഹം പോയാലും എന്തിനായിരുന്നു ധൃതി? പക്ഷെ അതിലൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ BJP കോൺഗ്രസ് ഡീൽ എന്ന് പറയുന്നത് ആ ആരോപണം ഇനി പറയാൻ പറ്റില്ല. ആ ഡീൽ എന്ന് പറയാൻ പറ്റില്ല. BJP എന്ന് ഒരാളെ ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ. അല്ലല്ലോ. അപ്പോൾ BJP യിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഡെപ്യൂട്ടേഷന് പോയതാണെങ്കിലോ? ഈ സന്ദീപ് വാര്യർ അൾട്ടിമേറ്റ്ലി RSS ആണല്ലോ. RSS വിടുന്നു എന്നാണ് തള്ളി പറഞ്ഞു. അദ്ദേഹം BJP യുമല്ല, അദ്ദേഹം അൾട്ടിമേറ്റ് RSS ആണ്. RSSന്റെ ഒരു പക്ഷേ ഞാനതിലൊരു വിയോജിപ്പ് പറയട്ടെ. അയാളൊരു RSSന്റെ കേഡറായിരുന്നു എങ്കിൽ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട, അതായത് അവസരവാദത്തിനല്ല പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാളാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ കയ്യിൽ കെട്ടിയിരുന്ന ചരടുകളടക്കം മുറിച്ചു മാറ്റി പാണക്കാട്ടെ തങ്ങളുടെ വീട്ടിലേക്ക് പോകാനും കോൺഗ്രസിൻ്റെ വേദിയിൽ വന്ന് പ്രസ്ഥാനത്തെയും ആശയത്തെയും തള്ളിപ്പറയാനും നരേന്ദ്രമോദിയെ തള്ളിപ്പറയാനും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് കഴിയണം എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഉറച്ച RSS അല്ലെങ്കിൽ സംഘപരിവാർ പ്രവർത്തകനല്ല എന്നതാണ് എൻ്റെ ബോധ്യം. അല്ല, അത് അങ്ങനെ ആയിരിക്കാം. ഞാനിപ്പോൾ അത് അങ്ങനെയാണെന്ന് ഞാനൊരു ജഡ്ജ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ഞാനൊരു നിരീക്ഷണം പങ്കുവെക്കുകയാണ് ചെയ്തത്.
അയാളുടെ പൊളിറ്റിക്കൽ പത്തര മാറ്റാണോ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ക്രക്സ്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെയാണെങ്കിലും അതിനകത്ത് കാണേണ്ട ഒരു കാര്യം RSS കുറേ ഏകശിലാത്മകമായ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അന്തരീക്ഷമുള്ളൊരു ഓർഗനൈസേഷനായിട്ടാണല്ലോ വെപ്പ്. അതിൽ വെള്ളം ചേർക്കലുകൾ വന്നിരിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. വലിയ പഴയ RSS അല്ല, പഴയ BJP അല്ല എന്ന് വന്നിരിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ കൂടിയാണ് അതിനെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തന്നെയും എൻ്റെ ടേക്ക് വളരെ ക്ലിയറാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ടേക്ക് വളരെ ക്ലിയറാണ്. സന്ദീപ് വാര്യരെ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഞങ്ങളുടെ പാർട്ടിയാകട്ടെ വേറൊരു പാർട്ടിയാകട്ടെ കൊടുക്കുന്നത് നല്ലൊരു സന്ദേശമല്ല. ഇപ്പോൾ നാളെ സന്ദീപ് വാര്യർ ആലോചിച്ചൊഴിവാക്കിയതാണോ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ സന്ദീപ് വാര്യർ എങ്ങനെയാണ് ആ പാർട്ടി വിട്ടിറങ്ങിയത്? സന്ദീപ് വാര്യരുടെ ഒരു സ്റ്റേജിലെ അദ്ദേഹത്തിൻ്റെ അവഗണന, കുറേ കാലമായി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ ഒരു കഥയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കലി അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷൻ എന്ന ആസ്പെക്റ്റിലുള്ള ഡിസ്കംഫർട്ട് കാരണമാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത്, അല്ലാതല്ല. താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു മാനസാന്തരത്തിൻ്റെ ഈ തെറ്റായ വഴിയിലൂടെ ഞാൻ പോകേണ്ടി വന്നല്ലോ എന്ന ചിന്തയിലല്ല. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിന് ട്രാക്ക് മാറാൻ അവസരമുണ്ട്. പക്ഷേ അതൊരു ഗ്രാജുവലായി എടുക്കേണ്ട ഒരു പ്രോസസ്സായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ മുസ്ലിങ്ങളെല്ലാം BJPക്കകത്ത് തന്നെ, സംഘപരിവാറിനകത്ത് തന്നെ തീവ്ര വർഗീയ ആശയങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ ഒരൊറ്റ സ്വിച്ചിട്ട മാത്രയിൽ ഇതാ ഞാനെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പാണക്കാട്ട് പോയി പറഞ്ഞാൽ അത് കൺവിൻസിങ് അല്ല, ജനങ്ങൾക്ക് കൺവിൻസിങ് അല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനങ്ങൾക്കും മുസ്ലിങ്ങൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും കൊടുത്തിരിക്കുന്നത് ഒരു ശരിയായ സന്ദേശമല്ല. ഞങ്ങൾ ചെയ്താലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതേസമയം സമയമെടുത്ത് സന്ദീപ് വാര്യർ കുറേ കൂടി പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുമ്പോട്ട് വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലുള്ളൊരു സമീപനത്തിൻ്റെ അപ്പോഴാണല്ലോ അത്. പക്ഷേ ഇതൊന്നുമല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ഇതിനകത്ത് വേറെ കൂടി പോണ്ട, ഇഞ്ഞിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചാടിക്കറി പിടിക്കുകയാണ്. സരിൻ്റെ വരവ് വളരെ ഉണർവേകിയോ പാർട്ടിക്ക്? ശരിക്കും പറഞ്ഞിട്ട് ഈ പാലക്കാട് നിങ്ങൾ ശരിക്കും സരിനെ അല്ലല്ലോ സ്ഥാനാർത്ഥിയായി വെച്ചിരുന്നത്, പെട്ടെന്നാണല്ലോ നിങ്ങൾക്ക് സരിനെ കിട്ടിയത്. ഈ സരിൻ്റെ വരവ് എന്ത് മാറ്റമാണ് ശരിക്കും പാലക്കാട് വരുത്തിയത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇപ്പോൾ 3 തിരഞ്ഞെടുപ്പ് നടന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ മീഡിയ ഫോക്കസ് ഉണ്ടാകേണ്ടിയിരുന്ന, നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത മണ്ഡലം ഏതാ? വയനാടല്ലേ? വയനാട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഴുവൻ മാധ്യമ പരിസരവും ഇങ്ങോട്ടേക്ക് വന്നത്? ഡോക്ടർ സരിനാണ്. ഞങ്ങൾ അപ്പോൾ തന്നെ വിജയിച്ചു. യഥാർത്ഥത്തിൽ പ്രിയങ്ക വരുന്നു, പ്രിയങ്ക എന്ന സെൻറ്റർ പോയിന്റിലേക്ക് മുഴുവൻ മീഡിയയും വരുന്നു. പ്രിയങ്ക എന്ന സെൻറ്റർ പോയിന്റിനെ സെല്ലൗട്ട് ചെയ്തുകൊണ്ട് 3 മണ്ഡലങ്ങളും കരസ്ഥമാക്കാം. ഇതായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയും ആത്മവിശ്വാസവും. ഡോക്ടർ സരിൻ എന്ന വളരെ സരിൻ രംഗപ്രവേശം ചെയ്യുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ CPM ഓഫീസിലേക്ക് സരിൻ വന്നിറങ്ങുന്നു. അവിടെ മുതൽ രംഗം മാറിയില്ലേ സരിൻ്റെ? ഓട്ടോറിക്ഷ കിട്ടിയില്ല, സെൽവം കൊണ്ട്. ഓട്ടോറിക്ഷ കിട്ടിയില്ല, പക്ഷേ കിട്ടിയത് സ്റ്റെതസ്കോപ്പ് ആണല്ലോ. അപ്പോൾ വളരെ എളുപ്പമായി. അതുമാത്രമല്ല, ഈ എല്ലാം കൊണ്ടും സരിന് ഗുണമാണ്. ഇപ്പോൾ സ്റ്റെതസ്കോപ്പാണ് ചിഹ്നം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇങ്ങ് താഴെയായി പോകുമല്ലോ ചിഹ്നം. താഴെയായി, പക്ഷേ കിട്ടിയത് അവിടെ KL9 ആണ്. 9ാമത്തെ ചിഹ്നമാണ്, KL9 ആണ്, പാലക്കാട്ടത്തെ നമ്പറാണ്. ഇങ്ങനെയെല്ലാം സരിൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. സരിൻ രംഗപ്രവേശം ചെയ്തതോടുകൂടി തീർച്ചയായും സരിൻ ഞങ്ങളുടെ ഗംഭീരൻ ടേക്കായിരുന്നു. അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അവസരമായിരുന്നു. സരിനെ ഞങ്ങൾ പ്ലേസ് ചെയ്തതോടുകൂടി 3ാം സ്ഥാനത്തായിരുന്ന ഈ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടായി. മുഴുവൻ മാധ്യമ ശ്രദ്ധയും ഈ 3 മണ്ഡലങ്ങളിൽ പാലക്കാട്ടേക്ക് കേന്ദ്രീകരിക്കാൻ ഇടയായത് സരിൻ എന്ന ഒരൊറ്റ ഫാക്ടറാണ്. ഇനി സരിൻ വന്നതോടുകൂടി കോൺഗ്രസ്സിലെ വിമതർക്ക് വോട്ട് ചെയ്യാനൊരാളായി. സരിനെ ഞങ്ങൾ സ്വതന്ത്ര ചിഹ്നത്തിൽ പ്ലേസ് ചെയ്തതോടുകൂടി BJPയിലെയും കോൺഗ്രസ്സിലെയും വിമതർക്ക് ആത്മവിശ്വാസത്തോടെ പോയി വോട്ട് ചെയ്യാൻ ഒരിടമായി. അതുകൊണ്ട് ഇക്കുറി കഴിഞ്ഞ തവണ BJP ജയിക്കുമെന്ന ഭീതിയിൽ വലിയ തോതിലുള്ള ഇടത് കോർ വോട്ടല്ല, അതിന് പുറത്തുള്ളൊരു വോട്ടുണ്ടല്ലോ, ഈ മതനിരപേക്ഷ ബോധമുള്ള ഇടത് വോട്ടുകളുണ്ട്. ഇടതെന്ന് വെച്ചാൽ ഇടതിന് പുറത്ത് നിൽക്കുന്ന ഇടത് സിമ്പതറ്റിക് വോട്ടെന്ന് പറയാം. ആ സിമ്പതൈസേഴ്സിൻ്റെ വോട്ടുകളിൽ ഒരു വിഭാഗം കോൺഗ്രസ്സിന് പോയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ പിറകിലേക്ക് പോയത്. ആ വോട്ടുകളോട് കോൺഗ്രസ്സിലേക്ക് പോയത്. ആ മുഴുവൻ വോട്ടും ഞങ്ങൾ ഓരോരുത്തരും ബൂത്തുകളിൽ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ബൂത്ത് തലത്തിലുള്ള പ്രകടനാത്മകമല്ലാത്തൊരു വലിയ പ്രവർത്തനം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നടന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഗുണം കിട്ടും. മുഴുവൻ ഇടതുപക്ഷ വോട്ടും ഞങ്ങൾക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസം ഈ അവസാന മിനിറ്റിൽ ഞങ്ങൾ. വ്യാജ വോട്ടും ഇരട്ട വോട്ടൊക്കെ ഗുണം ചെയ്യുമോ? അവിടെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിപ്പോൾ ബൂത്ത് തിരിച്ച് വ്യാജ വോട്ടുകളുടെ കണക്കെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ചുമതലയുള്ള ബൂത്തിൽ ആ പണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് വരുന്നത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ BLOമാരെ ആദ്യം ലിസ്റ്റ് ഏൽപ്പിക്കും. ഇത്രയും ലിസ്റ്റ് ഈ ബൂത്തിൽ ഇരട്ടിപ്പാണ്, മരണമാണ്, ഞങ്ങൾ ആ ലിസ്റ്റ് ഏൽപ്പിക്കും. ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരോട് പറയാൻ പോകുന്നത്, ഇത് വന്നോട്ട്, ഇത് നീക്കം ചെയ്യേണ്ടിയിരുന്നത് BLOമാരുടെ ഉത്തരവാദിത്തമായിരുന്നു, അത് നിങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ടോ ചെയ്തില്ല, പോട്ടെ, ഇനി ഇവരോ നോട്ട് ചെയ്യരുത്. ഇല്ലാത്ത ഈ വോട്ടുകൾ വന്നു ചെയ്താൽ 1ാം പ്രതിയാകാൻ പോകുന്ന BLO ആയിരിക്കും.
അത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കള്ളയോട്ടും ശ്രീ VD സതീശൻ്റെ ആത്മവിശ്വാസമായിരുന്നു. 6000-ഓളം വോട്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ ക്യാമ്പ് ചേർത്തത്. അതിൽ കോയമ്പത്തൂരുള്ള വോട്ടുണ്ട്, ഈ മണ്ഡലത്തിന് പുറത്തുള്ള വോട്ടുണ്ട്, ഇരട്ടിപ്പുകൾ ഒരുപാടുണ്ട്. ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ തന്നെ തൊട്ടപ്പുറത്ത് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പിൽ നിന്ന് ഇപ്പുറത്ത് കണ്ണാടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമായ വ്യക്തിയാണ് എന്നത് അവിടെ നടത്തുന്ന പരിശോധനയിൽ 2 ബൂത്തുകളിൽ ചേർക്കാനായിട്ട് സഹായിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗമാണ് എന്നതാണ് അവിടെയുള്ള ഈ ചേർക്കപ്പെട്ട ആളുകൾ തന്നെ പറയുന്നത്. അല്ല, എനിക്കറിയാലോ, അത് ഞങ്ങളുടെ ഡേറ്റയുണ്ട്. നിങ്ങൾ പുറത്തുവിട്ട് റിപ്പോർട്ടർ TV അക്കാര്യത്തിൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പ് എടുക്കണം. പൊളിറ്റിക്സ് നമുക്ക് പറയാം ജനം തീരുമാനിച്ചോട്ടെ, പക്ഷേ ഫ്രീ ആൻഡ് ഫെയർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കും വിധമുള്ള ഇത്തരത്തിലുള്ള കള്ളവോട്ട് ഏർപ്പാട് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ബൂത്തിൽ നല്ല നിലയിൽ തന്നെ ജാഗ്രതപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ബൂത്ത് ഏജന്റുമാരൊക്കെ കൂടുതൽ കരുത്തുള്ളവരായിരിക്കും. ഒന്ന്, ബൂത്ത് ഏജന്റുമാർ കരുത്തുള്ളവരാണ്. എല്ലാ BLO-മാരെയും ഞങ്ങൾ ലിസ്റ്റ് നിയമപരമായി കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ സമ്മതിക്കില്ല എന്നാണോ ഉറപ്പ്? ഇനി ആരെങ്കിലും അതിന് മുതിരുന്നുവെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറായിട്ടേ വരാവുള്ളൂ. BLO-മാർ ഒന്നാമത് ഇതിപ്പോൾ BLO-യുടെ ഉത്തരവാദിത്തമാണ്. BLO ആ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവേണ്ടതാണ്. ഈ വരുന്ന വോട്ട് ഇവിടെയുള്ളതല്ല എന്ന് പ്രിസൈഡിംഗ് ഓഫീസറോട് പറയേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം BLO-ക്കുള്ളതാണ്. BLO പറയണം. BLO-യുടെ കയ്യിൽ ഞങ്ങളിപ്പോൾ ലിസ്റ്റ് തിരിച്ചു. എനിക്ക് ചുമതലയുള്ള ബൂത്തിലെ ലിസ്റ്റ് എടുത്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ പോയിട്ട് BLO-യെ കാണാൻ പറഞ്ഞിട്ട് വരാം. അവർ പോയിട്ട് പറയും, ഇതാ നോക്കൂ, ഇത്രയും വോട്ട് കള്ള വോട്ടാണ്. അവർക്കും അഭിപ്രായ വ്യത്യാസമല്ലോ, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ വോട്ട് വന്ന് ചെയ്യരുത്. അത് പ്രിസൈഡിംഗ് ഓഫീസറെ നിങ്ങൾ തന്നെ പറഞ്ഞ് തെரியപ്പെടുത്തണം. ഇനി അങ്ങനെ വന്നാൽ നിങ്ങൾ തന്നെ ശ്രദ്ധപ്പെടുത്തണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, ആരെങ്കിലും ചെയ്താൽ, കള്ളവോട്ട് ചെയ്യാൻ വരുന്ന ആൾ മാത്രമല്ല BLO ഉത്തരവാദിത്തം പറയണ്ടേ. BLO-ക്കെതിരെ ഞങ്ങൾ നിയമപര നടപടി സ്വീകരിക്കില്ലേ?